നമസ്കാരം. നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഡയാലിസിസ് യൂണിറ്റുകൾ കൂടുതൽ തുറന്നു വയ്ക്കുന്നു? എന്തുകൊണ്ട് ഹോസ്പിറ്റലുകളിൽ പുതിയ ബിൽഡിങ്ങുകൾ ഓപ്പൺ ചെയ്യുന്നു? എന്തുകൊണ്ട് പുതിയ ലാബുകൾ ഓപ്പൺ ചെയ്യുന്നു? കഴിഞ്ഞ 6 മാസത്തിനകത്ത് തിരുവനന്തപുരത്ത് തന്നെ വളരെ സജ്ജീകരണങ്ങളോടുകൂടിയ ഒരു ഡയാലിസിസിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും അസുഖങ്ങൾ കൂടുന്നു, ആളുകൾക്ക് അസുഖങ്ങൾ വരുന്നു എന്ന് തന്നെയാണ്. അസുഖങ്ങൾ വന്നാൽ ചികിത്സിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴി. അത് പക്ഷേ നമ്മുടെ ഇതുവരെയുള്ള സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റിനെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നമ്മൾ ആ അസുഖം ട്രീറ്റ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ഇതുവരെയുള്ള നമ്മുടെ സേവിങ്സ് എല്ലാം തീർന്നിട്ടുണ്ടാകും. ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വന്നാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെയും സേവിങ്സിനെയും ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ എങ്ങനെ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം എന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് HDFC ERGOയുടെ ഒപ്റ്റിമ റീസ്റ്റോർ എന്ന് പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. ഒരു പോളിസി എടുക്കുമ്പോൾ അതിന് 3 ഫീച്ചേഴ്സ് ഉണ്ടാവും. 1 ആ പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ്, 2 ആ പ്രോഡക്റ്റിലുള്ള വെയിറ്റിംഗ് പീരീഡ്, 3 ആ പോളിസിയുടെ ലിമിറ്റേഷൻസ്. ആദ്യം നമുക്ക് ലിമിറ്റേഷൻ എന്താണെന്ന് നോക്കാം. ഒരു പർപ്പസ്ഫുള്ളി ഒരു ഹസാർഡിയസ് ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആവുകയും അതിൻ്റെ ഫലമായി എനിക്ക് ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമാവുകയും ചെയ്താൽ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഹെൽത്ത് പോളിസി കവർ ചെയ്യില്ല. അടുത്തത് വെയിറ്റിംഗ് പീരീഡാണ്. ഇവിടെ 3 തരത്തിലുള്ള വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. 1 പോളിസി എടുത്ത് ആദ്യത്തെ 30 ദിവസം ഒരു അസുഖങ്ങളും കവർ ചെയ്യില്ല. 2 ചില അസുഖങ്ങൾക്ക് ആദ്യത്തെ 24 മാസം കവർ ചെയ്യില്ല. ഇനി ചില അസുഖങ്ങൾ അത് ആൾറെഡി ഞാൻ പോളിസി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അസുഖങ്ങളുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ആദ്യത്തെ 36 മാസം പോളിസി കവർ ചെയ്യില്ല. ഇനി ഈ പോളിസി ഇൻഡിവിജ്വലായിട്ടും എടുക്കാം, ഫാമിലി ആയിട്ടും എടുക്കാം. ഇനി ഫാമിലി ആയിട്ടാണ് ഈ ഒരു പോളിസി എടുക്കുന്നതെങ്കിൽ ഫാമിലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹസ്ബൻഡ്, വൈഫ്, മാക്സിമം 4 കുട്ടികൾ. 91 ദിവസം പ്രായമായ ഒരു കുഞ്ഞു മുതൽ 65 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പോളിസിയിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്യുന്നവർക്ക് ജീവിതകാലം മുഴുവൻ ഈ പോളിസി കണ്ടിന്യൂ ചെയ്യാം, അതിൻ്റെ ബെനിഫിറ്റ്സ് എടുക്കാവുന്നതാണ്. ഈ പോളിസിയിലെ സം ഇൻഷ്യൂർഡ് എന്ന് പറയുന്നത് 3 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയാണ്. ഇനി ഈ പോളിസിയിൽ എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണുള്ളതെന്ന് നോക്കാം. 1 ഇൻപേഷ്യൻ ട്രീറ്റ്മെൻറ്റ്. 24 മണിക്കൂറിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ അതിന് എനിക്ക് ക്ലെയിം ചെയ്യാം. 2 പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. പ്രീ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എനിക്ക് 60 ദിവസവും പോസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എനിക്ക് 180 ദിവസവും വരെ ക്ലെയിം ചെയ്യാം. ഈ ഒരു ഫീച്ചർ മറ്റ് കമ്പനികളുടെ പോളിസിയുമായി കമ്പയർ ചെയ്യുമ്പോൾ സാധാരണ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 60 മുതൽ 90 ദിവസമാണ് വരുന്നത്. ഇവിടെ നമുക്കത് 180 ദിവസം വരെ കസ്റ്റമർക്ക് ക്ലെയിം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡേ കെയർ പ്രൊസീജിയറാണ്. നമുക്കിവിടെ എല്ലാ ഡേ കെയർ പ്രൊസീജിയേഴ്സും കവർ ചെയ്യും. ഇനി മറ്റ് പ്രോഡക്റ്റുകൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചില കമ്പനികളുടെ പ്രോഡക്റ്റിൽ നോക്കാമെന്നുണ്ടെങ്കിൽ ഡേ കെയർ പ്രൊസീജിയർ ലിമിറ്റ് ചെയ്തിട്ടുണ്ടാകും. അതായത് 400 ഡേ കെയർ പ്രൊസീജിയർ ഇല്ലെങ്കിൽ 506 ഡേ കെയർ പ്രൊസീജിയർ എന്ന് പറഞ്ഞ് ലിമിറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇവിടെ നമുക്ക് എല്ലാ ഡേ കെയർ പ്രൊസീജിയേഴ്സും ഡേ കെയർ പ്രൊസീജിയറായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓർഗൻ ഡോണറാണ്. ഇവിടെ ഓർഗൻ ഡോണർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഷ്യൻറ്റിന് ഒരു ഓർഗൻ്റെ റിക്വയർമെൻറ്റ് വരികയും ഒരു ഡോണറെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്താൽ ആ ഡോണറുടെ ശരീരത്തിൽ നിന്ന് ഓർഗൻ റീപ്ലേസ് ചെയ്യുന്നതിന് എടുക്കുന്ന സർജറി കോസ്റ്റാണ് ഇവിടെ നമ്മൾ കവർ ചെയ്യുന്നത്. ഇനി എന്താണ് കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വൽ ബില്ല് കവർ ചെയ്യും. മറ്റു പല കമ്പനികളുടെയും പ്രോഡക്റ്റിൽ നോക്കാമെന്നുണ്ടെങ്കിൽ ഓർഗൻ ഡോണറിന് 10% ആണ് കവറേജ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് നോ ക്ലെയിം ബോണസ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് എടുത്തിട്ടുണ്ട് എങ്കിൽ എനിക്ക് ഈ വർഷം ക്ലെയിം ഒന്നും ഇല്ല എങ്കിൽ അടുത്ത വർഷം ഞാൻ റിന്യൂ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ കവറേജ് 5 ലക്ഷം രൂപയ്ക്ക് പകരം 7.5 ലക്ഷം രൂപയായിരിക്കും. അതിന് ഞാൻ എക്സ്ട്രാ പ്രീമിയം ഒന്നും പേ ചെയ്യേണ്ടതായിട്ട് ഇല്ല. ഇനി 2ാമത്തെ വർഷവും എനിക്ക് ക്ലെയിം ഇല്ല എങ്കിൽ എനിക്ക് 3ാമത്തെ വർഷം വരുമ്പോൾ വീണ്ടും എൻ്റെ കവറേജ് 50% കൂടും. അതായത് 5 ലക്ഷം രൂപയുടെ ഞാൻ എടുത്തിരിക്കുന്ന പോളിസി 10 ലക്ഷം രൂപ ആയിരിക്കും. നെക്സ്റ്റ് ഈസ് റീസ്റ്റോർ ബെനിഫിറ്റ്. ഈ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പല കമ്പനികൾക്കും അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ ഈ ഒരു ഫീച്ചർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ വർക്ക് ചെയ്യുന്ന രീതി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്.
സപ്പോസ് ഞാൻ എടുത്തിരിക്കുന്ന പോളിസി 5 ലക്ഷം രൂപയുടെ കവറേജ് ഉള്ളതാണെന്ന് കരുതൂ. ഇന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ എനിക്ക് ആക്ച്വലി 10 ലക്ഷം രൂപ വരെ എനിക്ക് ട്രീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ റീസ്റ്റോർ വർക്ക് ചെയ്യുന്നത് ആദ്യത്തെ ക്ലെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ റീസ്റ്റോറും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സെയിം ഇൽനെസ്, സെയിം കസ്റ്റമർ, മൾട്ടിപ്പിൾ ഹോസ്പിറ്റലൈസേഷൻ ഒരു വർഷത്തിനകത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കും. ഇവിടെ മറ്റ് കമ്പനികളുടെ പോളിസികളിൽ റീസ്റ്റോർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരുടെ ബേസിക് സം ഇൻഷ്യൂർഡ് എന്താണോ അത് എക്സോസ്റ്റഡായി 0-ൽ മാത്രമേ റീസ്റ്റോർ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇവിടെ നമുക്ക് റീസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ക്ലെയിം, അതിപ്പോൾ 50,000 രൂപയാകട്ടെ 5 ലക്ഷം രൂപയാകട്ടെ, ആദ്യത്തെ ക്ലെയിമിൽ തന്നെ റീസ്റ്റോറും ആക്റ്റീവ് ആവും. ഇനി രണ്ടാമത്തെ സംഗതി എന്താണെന്ന് വെച്ചാൽ മറ്റ് പോളിസികളിൽ സെയിം കസ്റ്റമർക്ക് റീസ്റ്റോർ സം ഇൻഷ്യൂർഡിൽ സെയിം ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഈ പോളിസിയിൽ കൺസ്യൂമബിൾസ് മൊത്തമായിട്ട് തന്നെ കസ്റ്റമർക്ക് ക്ലെയിം ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. സാധാരണ കൺസ്യൂമബിൾസ് കസ്റ്റമർ വേണം പേ ചെയ്യാനായിട്ട്. ഇനി സാധാരണ ഒരു ക്ലെയിം വന്നാൽ നമ്മുടെ ബോണസിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ 50,000 രൂപ വരെയുള്ള ക്ലെയിമുകൾ വന്നാലും നമ്മുടെ ബോണസിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷൻസ് ഈ പ്രോഡക്റ്റിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ ഇൻഫ്ലേഷൻ അനുസരിച്ച് നമ്മുടെ സം ഇൻഷ്യൂർഡ് ഓട്ടോമാറ്റിക്കലി ഹൈക്ക് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ഈ പ്രോഡക്റ്റിനകത്ത് അവൈലബിൾ ആണ്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സം ഇൻഷ്യൂർഡ് എടുക്കുന്നവർക്ക് എയർ ആംബുലൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. റോഡ് ആംബുലൻസിന് പെർ ഹോസ്പിറ്റലൈസേഷൻ 2000 റുപ്പീ വെച്ച് കസ്റ്റമർക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഈ പ്രോഡക്റ്റിൽ ഹെൽത്ത് ചെക്കപ്സ് അവൈലബിൾ ആണ്. സബ് ലിമിറ്റുകളോ കോപേയ്മെൻറ്റുകളോ ഇല്ല എന്നുള്ളതാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള മറ്റൊരു ഫീച്ചർ. എന്താണ് സബ് ലിമിറ്റ് എന്ന് ചോദിച്ചാൽ ചില അസുഖങ്ങൾ, ഇപ്പോൾ എടുത്തു നോക്കാവുന്ന കാറ്ററാക്റ്റിന് ചില കമ്പനികൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ 20,000 രൂപ മാക്സിമം തരത്തുള്ളൂ. പക്ഷേ ഇന്ന് ഹോസ്പിറ്റലുകളിൽ നോക്കാമെന്നുണ്ടെങ്കിൽ 30,000 രൂപ മുതൽ 50,000 രൂപ വരെ ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ബാലൻസ് എമൗണ്ട്, അതായത് ഇൻഷുറൻസ് കമ്പനി പറഞ്ഞിരിക്കുന്നത് 20,000 രൂപയാണെങ്കിൽ ബാലൻസ് എത്രയാണോ എമൗണ്ട് വരുന്നത് ആ എമൗണ്ട് കസ്റ്റമർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പേ ചെയ്യണം. ഈ പോളിസിയിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. അതായത് ആക്ച്വൽ ബില്ല് എന്താണോ ആ ബില്ല് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യും. അതുപോലെ തന്നെ റൂം റെൻറ്റിലും ICയിലെ റെൻറ്റിനും വരുന്ന റേറ്റ്, അതായത് റൂം റെൻറ്റിന് ഞങ്ങൾ ഇത്ര ശതമാനം മാത്രമേ ഞങ്ങൾ തരത്തുള്ളൂ. ഇനി എന്താണ് കോപേയ്മെൻറ്റ്? ഇവിടെ കോപേയ്മെൻറ്റ് എന്താണ് എന്ന് വെച്ചാൽ ചില കമ്പനികൾ അവരുടെ പ്രോസ്പെക്ടസിൽ വളരെ ക്ലിയറായി കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വരുന്ന ടോട്ടൽ ബില്ലിൻ്റെ 80% മാത്രമേ ഞങ്ങൾ പേ ചെയ്യുള്ളൂ. ബാലൻസ് ഉള്ള 20% നിങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പേ ചെയ്യണം. ഇവിടെ ഈ ഒരു പ്രോഡക്റ്റിൽ കോപേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. സാധാരണ നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ ഫീച്ചേഴ്സ് മാത്രമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഒപ്പീനിയൻ, അതുപോലെ തന്നെ ഡെയിലി ക്യാഷ് ബെനിഫിറ്റ്, ഹെൽത്ത് അഡ്വൈസറി ബെനിഫിറ്റ്, സ്റ്റേ ആക്റ്റീവ് ബെനിഫിറ്റ്, ഈസി ആയിട്ട് എങ്ങനെ പോളിസി അപ്ഗ്രേഡ് ചെയ്യാം, ക്ലെയിം പ്രോസസ്സ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇനി ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഞാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്. എത്ര ഹോസ്പിറ്റൽസിൽ കവേർഡ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ഉള്ള ഇൻഷുറൻസ് കമ്പനിയാണ്. നമുക്ക് 10,000 ഹോസ്പിറ്റൽസുമായിട്ട് നമുക്ക് ടൈ ചെയ്യാം. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ ആവശ്യകത എന്താണ് എന്ന് നമുക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആളുകൾ ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് വളരെ സീരിയസ് ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ബെനിഫിറ്റ് കിട്ടേണ്ട ഒരു പോളിസിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഏറ്റവും നല്ല ഒരു നെറ്റ്വർക്ക് ചൂസ് ചെയ്യുക. അതുപോലെ ഒരു പോളിസി എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ കമ്പനിക്ക് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ മാത്രം അതിന് സർവീസ് പ്രൊവൈഡർ ഉണ്ടാവുകയും മറ്റ് ലൊക്കേഷനുകളിൽ ഇല്ലാതെ വരികയും ചെയ്താൽ അത് നമ്മുടെ പോളിസി അഫക്റ്റ് ചെയ്യും, നമ്മുടെ ബെനിഫിറ്റ്സിനെ അഫക്റ്റ് ചെയ്യും. സോ ആൾ ഓവർ ഇന്ത്യ എവിടെയെല്ലാം ലൊക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ആ നെറ്റ്വർക്ക് പ്രൊവൈഡറെ ചൂസ് ചെയ്യുക. എപ്പോഴും ഒരു ഏജൻറ്റിൽ നിന്ന് പോളിസി എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലോക്കലി നമുക്കൊരു സപ്പോർട്ട് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഒപ്റ്റിമ റീസ്റ്റോറിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടിയുണ്ട്. കോവിഡ് നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. ഇനി കോവിഡ് ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ബോണസിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യുകയില്ല. ഇന്ന് മാർക്കറ്റിൽ റിലയബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് ഒപ്റ്റിമ റീസ്റ്റോർ. തീർച്ചയായിട്ടും താങ്കളെ സമയത്തോളം ഒപ്റ്റിമ റീസ്റ്റോർ താങ്കളെയും താങ്കളുടെ ഫാമിലിയും സപ്പോർട്ട് ചെയ്യട്ടെ. താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ വാല്യൂ.